ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുപാട് നാളായി ഇപ്പൊ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വെച്ചു. ഇത് ഞങ്ങള് പത്തനംതിട്ടയിന്ന് ഒരു ബസ്സില് നമ്മള് ടൂർ പോവാണ് കേട്ടോ. ചങ്ങനാശ്ശേരി കിടക്കുന്ന ഞങ്ങൾ എന്താണ് പത്തനംതിട്ട വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും. അത് നമ്മൾ ഇതുപോലെ ഒരു പാക്കേജ് പോലെ നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് അവരുടെ കുറെ ആൾക്കാർ ഒന്നിച്ച് കുറെ അമ്പലങ്ങളിൽ ടൂർ പോകുന്നെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോയേക്കാന്ന്. അങ്ങനെ നമ്മള് 6:30 ബസ് എടുക്കുമെന്നാണ് പറഞ്ഞത് പത്തനംതിട്ടയിൽ. പക്ഷെ എന്തായാലും 8:30 ആയി കേട്ടോ ബസ് എടുത്തപ്പം. അപ്പം ഞങ്ങള് പോസ്റ്റ് അടിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങള് ഫസ്റ്റ് എഴുമേലിയിലാണ് കേട്ടോ. അവിടെ ചെന്ന് പേട്ടതുള്ളലൊക്കെ കണ്ടു. അവിടെ ഇറങ്ങിയൊന്നുമില്ല, കാരണം രാത്രിയായിരുന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എഴുമേലി ചെന്നത്. പിന്നെ അവിടെ കുറേ പേട്ടതുള്ളലൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയാണ് നേരെ പളനിയിലേക്കാണ് പോകുന്നത്. അഞ്ച് ദിവസത്തെ ട്രിപ്പാണ്. പളനിയിൽ ഞാൻ ഒരു മാസം മുമ്പ് പോയതുകൊണ്ട് തന്നെ പളനിയിലെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ രാത്രിയായിരുന്നു, ബസ്സിലെല്ലാവരും നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഭക്തി ട്രിപ്പ് ആയതുകൊണ്ട് അറിയാലോ, നല്ല ഗാനങ്ങളൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഞാനും അമ്മയും ഇതുവരെ തന്നെ മാത്രമാണ് ട്രിപ്പ് പോയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു ടൂർ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ പോയായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ രാവിലെ പളനിയിൽ ഒരു 3:30 ആയപ്പോൾ എത്തി. അങ്ങനെ വെളുപ്പിനെ തന്നെ കുളിച്ചു, മല കയറി, പിന്നെ പാസ് എടുത്ത് നേരെ തൊഴുതു കഴിഞ്ഞ് വീണ്ടും റൂമിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് രാമേശ്വരം, തിരുച്ചെന്തൂർ. രാമേശ്വരമായിരുന്നു. രാമേശ്വരം ധനുഷ്കോടിയാണ് എനിക്ക് മെയിൻ അട്രാക്ഷൻ ആയിട്ട് ഇതിൽ തോന്നിയത്. കാരണം ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ കേട്ടില്ലേ, ഇതിവിടെ ലാസ്റ്റ് ലാൻഡ് ഓഫ് സിറ്റി ആണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. അപ്പൊ റീലൊക്കെ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റോട് കൂടിയാണ് പോണത്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ രാമേശ്വരം ധനുഷ്കോടി എന്ന് പറയുന്നത് നമുക്ക് 2 ദിവസമൊന്നും അല്ല, നമുക്ക് അതുപോലെ കാണാൻ അവിടെ ഉണ്ട്. കാരണം അവിടുത്തെ ആ ഒരു രീതി നമ്മൾ ശരിക്കും കണ്ടറിഞ്ഞ് അവിടുത്തെ ഓരോ കാര്യങ്ങളും കുറച്ചു നേരം നിന്ന് നമ്മൾ കണ്ട്, എന്താ പറയാ, നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ട് കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലമേ അല്ലത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇനി പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അവിടത്തേക്ക് മാത്രമായിട്ട് പോവുക. പിന്നെ ബസ്സിൽ എനിക്ക് കിട്ടിയ കുട്ടിയാണ് ദേവൂട്ടി. അങ്ങനെ സത്യം പറഞ്ഞാൽ ദേവൂട്ടി അപ്പൂസും ഉള്ളതുകൊണ്ടാണ് നല്ല രസമായിരുന്നു കേട്ടോ. അവര് അല്ല, ബാക്കി എല്ലാവരും ഭയങ്കര ഏജ്ഡായിട്ടുള്ള ആൾക്കാർ, അവര് ഭയങ്കര ഭക്തിമയമായിട്ടിരിക്കുകയാണ്. ഇത് ഞങ്ങള് മറ്റേ നമ്മുടെ പാലം ഉണ്ടാക്കാനായിട്ട് രാമൻ എടുത്ത കല്ലാണിത്, വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത്. അപ്പം ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിങ്ങനെ ജയ് ശ്രീറാമൊക്കെ വിളിച്ചിട്ട് നമ്മള് കല്ല് ഇതുപോലെ ഇവിടെ ഇടും. ഇതിനെന്തോ 20 രൂപ എന്തോ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങള് അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ കടലിൽ കൂടെ നമുക്ക്, ആ കടലല്ല അവിടെ, അത് തന്നെ, അതിലൂടെ നമുക്ക് ഇങ്ങനെ കുറേ ദൂരം നടക്കാം, ആ പാലം ഉണ്ടാക്കിയിടത്തൂടെ. ഇങ്ങനെ നടന്ന് അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ വന്നു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലാൻഡ് ഓഫ് സിറ്റി എന്ന് പറയുന്നത് ധനുഷ്കോടിയില്. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 11 കിലോമീറ്റർ അകലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്ക കാണാമെന്നാണ് പറയുന്നത്. കാണാമെന്നല്ല, അങ്ങനെയല്ല, ശ്രീലങ്ക നമുക്ക് കാണുക തന്നെ ചെയ്യാം, ഇവിടെ നിന്നാൽ കാണാം. പിന്നെ എനിക്ക് അത്രയ്ക്ക് ഇതിൻ്റെ അകത്തിൽ നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ലല്ലോ. അങ്ങനെ ഞങ്ങള് അതെല്ലാം കണ്ടു. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് പക്ഷെ കുറേ നേരം അവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ പഠിച്ച്, അതുപോലെ നമ്മുടെ ഇവിടുത്തെ ധനുഷ്കോടി എന്ന് പറയുന്ന സിറ്റി ഭയങ്കര സിറ്റി ആയിരുന്നല്ലോ. അപ്പം അതിന്റെ കുറേ അവശിഷ്ടങ്ങളെല്ലാം അവിടെയുണ്ട്. അവിടുത്തെ ഹോസ്പിറ്റല്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം നമ്മൾ ഇറങ്ങി തന്നെ കാണണം. ഞങ്ങള് ജസ്റ്റ് ബസ്സില് ഇവിടെ മാത്രം ഇറക്കിയിട്ട് നമ്മളോട് ബസ്സിൽ ഡ്രൈവർ പറഞ്ഞു, ഇതാ ഇവിടെയാണ് കേട്ടോ, ഇന്നതുപോലെ ഇന്ന സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഇറക്കിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 1 മണിക്കൂർ സമയമാണ് തന്നത്. ഞങ്ങളുടെ ബസ്സില് 50 പേര് കൂടിയുള്ളൊരു ട്രിപ്പായിരുന്നു. ഇതില് നമ്മളൊരു 10-15 പേര് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കറക്റ്റ് സ്പോട്ടിൽ വന്ന് കാണും. ബാക്കി എല്ലാവരും വന്നപ്പോൾ ഭയങ്കര ഡിലേ ആയിരുന്നു. 3 മണിക്കൂറും 2.5 മണിക്കൂറും ഒക്കെ ശേഷമാണ് ആൾക്കാർ വന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര ഡിലേ ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പോവുക, നിങ്ങൾ ഇതെല്ലാം കാണുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാമേശ്വരം ധനുഷ്കോടിയൊക്കെ നമ്മൾ തന്നെ പോകണം. ഇങ്ങനെ ട്രിപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ബാക്കിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് മധുര ഉണ്ടായിരുന്നു, തിരുച്ചെന്തൂർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴി ചെങ്കല്ല്, ആഴിമല, പിന്നെ കോളം,
അങ്ങനെ അത് നമ്മളെ ലിസ്റ്റിലില്ലായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇച്ചിരി നമുക്ക് എന്താ പറയാ തിരിച്ചു വന്നപ്പം എല്ലാവരും ഭയങ്കര ഇതാ പറഞ്ഞുകൊണ്ട് മാത്രം അവിടെ വണ്ടി നിർത്തിയതാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പായിരുന്നു. 5 ദിവസത്തെ പ്ലാൻ ആയിരുന്നു. ബാക്കി വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. ഇതെന്തായാലും എനിക്ക് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, നമ്മൾ അതുപോലെ എന്താ പറയുക ഇവിടത്തേക്ക് തന്നെ ആയിട്ട് വരിക. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കാണാം. ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇടാം. പിന്നെ വീഡിയോ ഇടാൻ വൈകിയതിൽ ഒരുപാട് ഒരുപാട് പേര് ചോദിച്ചു എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്ന്. സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ്. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിച്ചോളാം കേട്ടോ. ഇനി ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോ പതുക്കെ ഇടാം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ തിരുപ്പതി വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് വീഡിയോസിന് ഒരുപാട് പേര് പേഴ്സണലിയും അല്ലാതെയും എല്ലാം കണ്ടിട്ട് കമന്റ് അയക്കുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.